ഈ 4000 മണിക്കൂറൊക്കെ നമ്മുടെ ചാനലിൽ കിട്ടുമോ? എത്ര വീഡിയോ റീച്ച് ആയാലാ? നടക്കുന്ന കാര്യം വല്ലതും ആണോ? അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കി. ഒരു ദിവസം 24 മണിക്കൂറേ ഉള്ളൂ. അപ്പൊ എത്ര പേര് എത്ര മണിക്കൂർ കണ്ടാലാണ് നമ്മുടെ ചാനലിൽ ഈ 4000 മണിക്കൂർ കിട്ടുക? ഇങ്ങനെയുള്ള ഒരുപാട് നെഗറ്റീവ് തോട്ട്സ് ഈ ചാനൽ നമ്മൾ തുടങ്ങി ആ ഒരു ബിഗിനിങ് സ്റ്റേജിൽ മനസ്സിൽ വരാറുണ്ട്. എനിക്ക് വന്നിട്ടുണ്ട്, നിങ്ങൾക്കും വരാൻ ചാൻസ് ഉണ്ട് അല്ലേ? പ്രത്യേകിച്ച് നമ്മൾ 1, 2, 3, 4 വീഡിയോ ഒക്കെ ഇട്ടിട്ട് വലിയ വ്യൂ ഒന്നും ഇല്ല, വലിയ സബ്സ്ക്രൈബേഴ്സ് ഒന്നും ഇല്ലാതിരിക്കുന്ന സമയത്താണ് ഇങ്ങനെയൊക്കെയുള്ള തോട്ട്സ് മൈൻഡിൽ വരിക. ഓക്കെ, അപ്പം 4000 മണിക്കൂർ വലിയ ടാസ്ക് ആണോ? ഇങ്ങനെ ചിന്തിച്ചാൽ വലിയ ടാസ്ക് ആണ്. പക്ഷെ നമുക്കിതിനെ അതിൻ്റെ ഒരു വെയിറ്റ് ഒന്ന് കുറച്ച് നോക്കിയാലോ? ഒന്ന് ഓർത്ത് നോക്കുക. നമ്മളെപ്പോഴും എന്തെങ്കിലുമൊക്കെ വലിയ ടാസ്കുകൾ ലൈഫിൽ ചെയ്യാറുണ്ട് ഇല്ലേ? എന്ത് വലിയ കാര്യം ചെയ്യുമ്പോഴും നമ്മൾ എല്ലാവരും ഒന്നിച്ചല്ല ചെയ്യുക. അപ്പോൾ അതിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് കുഞ്ഞു കുഞ്ഞു ടാസ്കുകളാക്കിയാണ് ചെയ്യാറുള്ളത്. ശരിയല്ലേ? ഫോർ എക്സാമ്പിൾ നമ്മളൊരു വീട് പണിയുന്നു. അത് ഒറ്റ ദിവസം കൊണ്ടോ അല്ലെങ്കിൽ ഒരു മാസം കൊണ്ടോ അല്ല. ആദ്യം തറ സെറ്റ് ചെയ്യുന്നു, ദെൻ അവൻ തറ കെട്ടുന്നു, മണ്ണിട്ട് ലെവൽ ചെയ്യുന്നു, അതിനുശേഷം സിമെന്റ്, പിന്നെ എന്താണ് നമുക്കതിൻ്റെ ഫൗണ്ടേഷൻ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, ഫില്ലേഴ്സ്, സ്ട്രക്ചർ, അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് നമ്മൾ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി എൻ്റെറിൽ വീടാവുന്നു. ഈ വീട് പണി നടക്കുമെന്ന് ചിന്തിച്ചാൽ നടക്കത്തില്ല. പക്ഷേ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നോക്കുമ്പോൾ അതൊരു സീനല്ല, പതിയെ അങ്ങ് നടന്നു പോയിക്കോളും. സിമിലർലി ഇവിടെ നിങ്ങൾ ആലോചിക്കുക, ഈ 4000 മണിക്കൂർ ഒരു ദിവസം കൊണ്ട് വേണമെന്ന് ആരും പറയുന്നില്ല, പക്ഷെ ഒരു ദിവസം കൊണ്ട് വേണേൽ കിട്ടാം. അപ്പൊ ചിന്തിക്കുക, നമുക്കിതിനെ ഒരു ചെറിയ പീസുകളായിട്ട് വിഷ്വലൈസ് ചെയ്ത് നോക്കുക. ആദ്യം ആ ഒരു മൈൻഡ് സെറ്റ് കൊണ്ടുവരിക, ദെൻ നമുക്കൊക്കെ ഓട്ടോമാറ്റിക്കലി റീച്ച് ആയിക്കോളും. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ റിപ്പീറ്റ് ചെയ്യുവാണ്. നിങ്ങൾ എൻ്റെ യൂട്യൂബ് വീഡിയോ സീരീസ് കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും, കൺസിസ്റ്റൻസി ഈസ് ദ കീ ടു സക്സസ്. നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യണം, ആ കാര്യം മറക്കരുത്. ആ കൂടെ കുറച്ച് കാര്യങ്ങൾ കൂടിയാണ് ഇന്ന് പറയാൻ പോകുന്നത്. നമ്മുടെ ഇതുവരെയുള്ള യൂട്യൂബ് സീരീസ് വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഈ പ്ലേലിസ്റ്റിലുണ്ട്. കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറെക്കുറെ ഏത് ട്രാക്കിലാണ് നമ്മൾ പൊക്കോണ്ടിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാകും. ഓക്കെ, അപ്പൊ ശ്രദ്ധിക്കുക, നമുക്ക് 10 മിനിറ്റുള്ള ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ ഉണ്ട് എങ്കിൽ അത് 10 പേര് കണ്ടു കഴിഞ്ഞാൽ 100 മിനിറ്റ് ആയി അല്ലേ? 100 മിനിറ്റ് എന്ന് പറയുമ്പോൾ എത്ര മണിക്കൂറാവും? 1 മണിക്കൂർ വെച്ചുള്ളൂ, 1.5 മണിക്കൂർ വെച്ചുള്ളൂ. അപ്പൊ അതൊരു 100 പേര് കണ്ടു കഴിഞ്ഞാലോ? 10 മിനിറ്റുള്ള വീഡിയോ 100 പേര് കണ്ടു കഴിഞ്ഞാൽ 1000 മിനിറ്റ് ആയി. അപ്പൊ 100 പേർക്ക് നമുക്ക് ചിലപ്പം എങ്ങനെയൊക്കെ കാണിക്കാൻ പറ്റും നമുക്ക് തന്നെ വിചാരിച്ചാലല്ലേ? അത് കുറച്ചുകൂടെ റീച്ചായി 1000 പേര് കണ്ടാലോ? അതൊരു 10000 പേര് കണ്ടാലോ? അത് 1,00,000 പേര് കണ്ടാലോ? 10 മിനിറ്റുള്ള വീഡിയോ 1,00,000 പേര് കണ്ടു കഴിയുമ്പോൾ എത്ര മിനിറ്റ് ആകും? 10 × 1,00,000 അല്ലെ? അപ്പൊ 10 × 1,00,000 ആകുമ്പോൾ 10,00,000. 10,00,000 മിനിറ്റ് ആവും. 10,00,000 മിനിറ്റ് നമ്മൾ മണിക്കൂറിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഏതാണ്ട് 16,000 വെച്ച് 16,000 സംതിങ് ഒരു മണിക്കൂർ നമുക്ക് വാച്ച് ടൈം കിട്ടും. ഒന്ന് ആലോചിച്ച് നോക്കുക, ഞാൻ പറഞ്ഞത് 10 മിനിറ്റുള്ള ഒരു വീഡിയോ 1,00,000 പേര് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് 16,000-ലധികം അവർ കിട്ടും. അത്ര ഫുൾ അവർ നമ്മൾ കണക്ക് കൂട്ടണ്ട. കാരണം 10 മിനിറ്റുള്ള വീഡിയോ എല്ലാവരും ഇത് ഫുള്ള് കാണത്തില്ല. നിങ്ങൾ തന്നെ ഇപ്പൊ ഈ വീഡിയോ ഫുള്ള് കാണുമോ? ഈ വീഡിയോ ചിലപ്പോൾ 10 മിനിറ്റ് ഉണ്ടാവാം, 10 മിനിറ്റ് ഉണ്ടെന്ന് അറിയില്ല. 10 മിനിറ്റുള്ള കണ്ടന്റ് ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. സോ 10 മിനിറ്റ് ഉണ്ടാവാം. അപ്പൊ നിങ്ങൾ 10 മിനിറ്റ് കാണുമെന്ന് യാതൊരു നിർബന്ധമില്ല. ചില 1 മിനിറ്റ് കാണാം, ഇൻട്രഡക്ഷൻ കണ്ടു പോകും, അങ്ങനെയൊക്കെ ചെയ്യാം. അതുകൊണ്ട് എല്ലാവരും എല്ലാ വീഡിയോയും കംപ്ലീറ്റ് കാണത്തില്ല. നിങ്ങൾ കാണാൻ ഞാൻ റിക്വസ്റ്റ് ചെയ്യുവാണ്. ഒരു കാര്യം ലൈക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ലൈക്ക് ചെയ്ത് കൂടുക കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് 10 മിനിറ്റുള്ള വീഡിയോ എല്ലാവരും 10 മിനിറ്റ് കാണത്തില്ല. 5 മിനിറ്റ് കണ്ടു കണക്ക് കൂട്ടിക്കോ. 5 മിനിറ്റ് കണ്ടെങ്കിൽ പോലും നമുക്കതൊരു ഒരു 8 മണിക്കൂറോളം കിട്ടും ഈ 1,00,000 പേരെ കണ്ടു കഴിഞ്ഞാൽ. അപ്പൊ 10 മിനിറ്റിൽ ഒരു വീഡിയോ അല്ലല്ലോ നമ്മുടെ ചാനലിൽ ഉള്ളത്, ആണോ? അല്ല, ഒരു വീഡിയോ വെച്ചല്ല നമ്മൾ മോണിറ്റൈസേഷൻ ട്രൈ ചെയ്യുക. അങ്ങനെയുള്ള 10, 15, 20 വീഡിയോസ് നമ്മുടെ ചാനലിലുണ്ട് എങ്കിൽ എല്ലാ വീഡിയോയും ഒന്നും 1,00,000 ആവണ്ട. എന്റെ ചാനൽ മോണിറ്റൈസേഷൻ കിട്ടിയത് 1,00,000 വ്യൂ കിട്ടിയിട്ടല്ല. എന്റെ ഒരു വീഡിയോ ഒരു 48,000 കിട്ടിയതാണ് എന്റെ ഹൈയസ്റ്റ് ആ സമയത്ത്. ബാക്കി കുറെ എണ്ണം 32K, 20K, 10K, 15K അങ്ങനെ കുറെ വീഡിയോ കമ്പയർ ചെയ്ത് വന്നപ്പോൾ എനിക്ക് വാച്ച് ടൈം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. സോ ഇങ്ങനെ ചിന്തിക്കുക, 10 മിനിറ്റുള്ള വീഡിയോ 1,00,000 പേര് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് വാച്ച് ടൈം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും അല്ലേ? അതുപോലെ തന്നെ ഈ പറയുന്ന 10 മിനിറ്റുള്ള 10 വീഡിയോ ഉണ്ടെങ്കിൽ അത്രയും കുറച്ച് ആളുകൾ കണ്ടാൽ മതി ഓരോ വീഡിയോയും. അപ്പൊ നമുക്ക് എന്ത് വേണം? ക്വാണ്ടിറ്റി ഉണ്ടാവണം. നമ്മുടെ ചാനലിൽ ഈ മണിക്കൂർ തികയാനുള്ള വീഡിയോസ് ആദ്യം ഉണ്ടാവണം. ചാനൽ തുടങ്ങി 2 വീഡിയോ, 3 വീഡിയോ, 4 വീഡിയോ, 5 വീഡിയോ ഒക്കെ ഇട്ടിട്ട് എനിക്ക് റീച്ച് ആകുന്നില്ല, വാച്ച് അവർ ആകുന്നില്ല എന്ന് പറയുന്നതിൽ യാതൊരു കാര്യമില്ല. നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആഴ്ചയിൽ ഒരു വീഡിയോ ആണെങ്കിൽ അങ്ങനെ, മാസത്തിൽ ഒന്നാണെങ്കിൽ അങ്ങനെ, അത് കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്ത് പോവുക. ഞാനൊക്കെ ഡെയിലി തന്നെ വീഡിയോ ഇട്ട് പോകുന്നതാണ്. ഒരു ദിവസം തന്നെ 2-3 വീഡിയോ പോസ്റ്റ് ചെയ്ത് ആ രീതിക്കാണ് നമ്മൾ ഡെവലപ്പ് ആയി വന്നത്. അത് ഓരോരുത്തരുടെയും സമയവും സാഹചര്യവും നിങ്ങളുടെ ആ ഒരു പാഷനൊക്കെ അനുസരിച്ച് നിങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കുക. വീക്ക്ലി വൺസ് അല്ലെങ്കിൽ ആഴ്ചയിൽ 1, മാസത്തിലൊന്ന്, ഓക്കെ, വാട്ട് എവർ ഇറ്റ് ഈസ്, എങ്ങനെയാണെങ്കിലും നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആ ഒരു കൺസിസ്റ്റൻസി കണ്ടിന്യൂ ചെയ്ത് പോവുക.
അപ്പൊ നമുക്കൊരു 10-25 വീഡിയോ ഒക്കെ ആയി കഴിയുമ്പോൾ അതിലെല്ലാ വീഡിയോയും 10-15K ഒക്കെ പതിയെ പതിയെ ആയിക്കോളും. ഒറ്റ ദിവസം കൊണ്ട് ആവത്തില്ല. തുടക്കത്തിൽ ആർക്കും ഈ റീച്ചൊന്നും കിട്ടത്തില്ല. പതിയെയാണ് നമ്മുടെ വീഡിയോസ് റീച്ചായി വരുന്നത്. ഒരു കാര്യം ഞാൻ പറയാം, നമ്മൾ ഇടുന്ന ഈ വീഡിയോസ് ഒക്കെ ഇപ്പം എന്നെ സംബന്ധിച്ച് അപ്ഡേറ്റ്സ് കൊടുക്കുമ്പോൾ അത് ഇൻവെസ്റ്റ്മെന്റ് അല്ല. പക്ഷേ നമ്മൾ ഇൻഫോർമേറ്റീവ് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അത് എന്നും ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഈ കുക്കിംഗ് വീഡിയോ ആണെങ്കിൽ എന്തെങ്കിലും ടിപ്സ് അല്ലെ ടെക്നിക്സ് കാര്യങ്ങളൊക്കെയാണ്, ട്രാവലാണ്, ഓക്കെ, ഇതെല്ലാം ഇൻവെസ്റ്റ്മെന്റാണ്. കാരണം ആ വീഡിയോ യൂട്യൂബ് ഉള്ള കാലത്തോളം യൂട്യൂബിൽ കാണും. അത് അവിടെ എപ്പോഴേലൊക്കെ കിടന്ന് ആൾക്കാർ കാണും. അതുകൊണ്ട് മാക്സിമം യൂട്യൂബിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യുക, മാക്സിമം വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുക, നല്ല ലെങ്തി ആയിട്ടുള്ള വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുക, ആൾക്കാരെ അട്രാക്ട് ചെയ്യുന്ന എൻഗേജ് ചെയ്യുന്ന രീതിയിലുള്ള കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുക. അപ്പൊ ഈ രീതിക്ക് നിങ്ങൾ സ്പ്ലിറ്റപ്പ് ചെയ്ത് ചിന്തിക്കുക. 4 മണിക്കൂറിന് ഒന്നിച്ച് ചിന്തിക്കാതെ എന്റെ 10 വീഡിയോ റീച്ച് ആയി കഴിഞ്ഞാൽ സുഖമായിട്ട് കിട്ടും. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ചാനൽ മോണിറ്റൈസ് ചെയ്യാൻ വേണ്ടി അപ്പോൾ നമ്മൾ ഹെൽപ്പ് ചെയ്തു. അപ്പോൾ ആ സമയത്ത് എനിക്ക് ഉണ്ടായ കാര്യം, ചാനൽ 4000 മണിക്കൂർ കിട്ടാനായിട്ട് ഒത്തിരി പുള്ളി വർക്ക് ചെയ്തു. ഒരു 2-2.5 വർഷം വർക്ക് ചെയ്തിട്ടാണ് 4000 മണിക്കൂർ ആയത്. മീൻസ് വിതിൻ ഒരു വർഷത്തിനുള്ളിൽ 4000 മണിക്കൂർ ആയത്. അത്രയും കാലം വർക്ക് ചെയ്തിട്ടാണ് കിട്ടിയത്. പക്ഷേ ഈ മോണിറ്റൈസേഷൻ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടല്ലോ, ലാസ്റ്റ് 1 വീക്ക് കിട്ടിയിരിക്കുന്ന അവർ എന്ന് പറയുന്നത് 10,000 മുകളിലാണ്. ഓക്കെ, അപ്പൊ അത്രേ ഉള്ളൂ. സിമ്പിൾ ആയിട്ട് നമുക്ക് കിട്ടാവുന്നതേ ഉള്ളൂ ഈ വാച്ച് അവർ എന്ന് പറയുന്നത്. നമുക്ക് റീച്ച് ആയിട്ടുള്ള പല ചാനലുകളുടെയും നമുക്കറിയാം അനലിറ്റിക്സ് അല്ലെ, 28 ഡേയ്സ് ആണ് കാണിക്കുക. 28 ഡേയ്സ് നോക്കിക്കഴിഞ്ഞാൽ അതൊക്കെ ചിലപ്പോൾ ഈ 4000 മുകളിലാണ് അവേഴ്സ് ഉള്ളത്. അതുകൊണ്ട് അത് വലിയൊരു ബാലികേറാൻ മലയൊന്നും അല്ല, നമ്മളെ കൊണ്ട് സാധിക്കുന്നതേ ഉള്ളൂ. നമ്മൾ അതിനെ സ്പിറ്റപ്പ് ചെയ്ത് ചിന്തിക്കുക. പതിയെ മാക്സിമം നിങ്ങൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുക. അത് പ്രോപ്പറായിട്ട് SEO ഒക്കെ അപ്ലൈ ചെയ്ത്, എന്താ SEO, സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ, അതായത് ടൈറ്റിൽ, ഡിസ്ക്രിപ്ഷൻ, ടാഗ്, ഈ 3 കാര്യങ്ങൾ മാക്സിമം കൊടുക്കുക. ഡിസ്ക്രിപ്ഷൻ ഞാൻ ഓൾറെഡി നമ്മുടെ ഈ വീഡിയോ സീരീസിൽ പറഞ്ഞിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷൻ നമ്മൾ മാക്സിമം എൻട്രിച്ച് ആക്കണം. 5000 വേർഡ്സ് കൊടുക്കാൻ പറ്റും, അത് കൊടുക്കുക. ആ രീതിക്ക് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ മസ്റ്റായിട്ട് നമ്മുടെ വീഡിയോ റീച്ച് ആകും. നമുക്ക് പെട്ടെന്നല്ലെങ്കിലും പതിയെ നമ്മുടെ വീഡിയോസ് ഈ 4000 മണിക്കൂറിലേക്ക് എത്തും. ഒരു വീഡിയോ വഴി അല്ലെങ്കിൽ പല വീഡിയോ വഴി നമുക്ക് റീച്ച് ആവാം. ഇനി ഇൻ കേസ് ഏതെങ്കിലും വീഡിയോ റീച്ച് ആയി കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി നമുക്ക് 4000 മണിക്കൂർ പെട്ടെന്ന് കംപ്ലീറ്റ് ആയി കിട്ടുകയും ചെയ്യും. അതുകൊണ്ട് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. ഇതിന്റെ കൺക്ലൂഷനായിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുക. ഒരു 3-4 വീഡിയോ അല്ലെ 10 വീഡിയോ ഇട്ടിട്ട് എനിക്ക് അവർ ആയില്ല എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവും ഇല്ല. അതായത് നമ്മൾ എന്തെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്തു അല്ലെ, ഒരു ചെടി നട്ട് വെച്ചു, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു ക്രോപ്പ് സംഭവം പ്ലാൻ ചെയ്തു, എന്നിട്ട് അതിന് വെള്ളം ഒഴിച്ചില്ല, വളമിട്ടില്ല, ഒന്നും ചെയ്തില്ല, എന്നിട്ട് ഒരു കുറച്ച് ദിവസം കഴിഞ്ഞ് വന്ന് നോക്കിയിട്ട് എനിക്കതിൽ നിന്ന് ഫ്രൂട്ട് കിട്ടിയില്ല അല്ലെങ്കിൽ ഫ്ലവർ കിട്ടിയില്ല എന്ന് പറയുന്നതിൽ യാതൊരു കാര്യമില്ല. സിമിലർലി നമ്മൾ വീഡിയോ ഇട്ടുക, ആ വീഡിയോയ്ക്ക് വേണ്ട വളവും വെള്ളവും ഒക്കെ ആയിട്ട് ടാഗും ഡിസ്ക്രിപ്ഷനും തംബ്നെയിലും ഒക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ ആ വീഡിയോ വളരും. അങ്ങനെ നമുക്ക് യൂട്യൂബിൽ നിന്ന് 4000 മണിക്കൂറൊക്കെ പുഷ്പം പോലെ നമുക്ക് എടുക്കാനായിട്ട് പറ്റും എന്നുള്ളതാണ്. ആ ഒരു മൈൻഡ് സെറ്റ് നിങ്ങൾ ആദ്യം കൊണ്ടുവരിക. ഓക്കെ, ഞാൻ വെറുതെ കോൺഫിഡൻസ് തരുമല്ല, നമുക്കൊരു മൈൻഡ് സെറ്റ് വേണം. നമ്മളത് അച്ചീവ് ചെയ്യും തീരുമാനിക്കുക. അപ്പോൾ ഇതിന് ഇങ്ങനെയൊക്കെയാണ് ഇതിന്റെ കാര്യങ്ങൾ, ഇത്രയും വീഡിയോ റീച്ച് ആയാൽ മതി എന്ന് ചിന്തിക്കുക. ആ ടാസ്കിനെ ചെറുതായിട്ട് ചിന്തിക്കുക. ഇത് വലുതാണ്, നടക്കില്ല എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ തന്നെ കുറച്ച് ഡൗൺ ആയി പോകും, വർക്ക് ചെയ്യാനുള്ള ഒരു മൈൻഡ് പോകും. സോ നമ്മൾ തന്നെ നമ്മുടെ മൈൻഡ് അത് സെറ്റ് ചെയ്യുക. എന്നിട്ട് ഈ രീതിക്ക് ഒന്ന് വിഷ്വലൈസ് ചെയ്യുക. ഈ എപ്പോഴും ഡൗൺ ആകുമ്പോൾ നിങ്ങൾ ഈ വീഡിയോ കയറി കണ്ടുള്ളൂ കേട്ടോ. ഓക്കെ, നിങ്ങളുടെ യൂട്യൂബേഴ്സ് ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. കമന്റ് ചെയ്യുന്ന കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞതാണ് ലാസ്റ്റ് വീഡിയോയിൽ, നമ്മുടെ 1000 സബ്സ്ക്രിപ്ഷൻ മിഷൻ. സോ നിങ്ങൾ കമന്റ് ചെയ്ത് കൊടുക്കുക, നന്നായിട്ട് കമന്റ് ചെയ്യുക. നമ്മുടെ പഴയ വീഡിയോക്ക് അത്യാവശ്യം കമന്റ്സ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ സബ്സ്ക്രൈബേഴ്സ് കിട്ടുന്നുണ്ടോ ഇല്ലയോ, ആ ഒരു നിങ്ങൾക്ക് എന്താണ് അതിൻ്റെ ഒരു എന്താ പറയുക, അതിന്റെ എഫക്റ്റ് എന്താണ്, നിങ്ങൾക്ക് വർക്കൗട്ട് ആയോ, ആ കാര്യം കൂടെ കമന്റ് ചെയ്യാം കേട്ടോ. സോ നമുക്ക് ഈ യൂട്യൂബ് സീരീസിന്റെ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ നമ്മൾ ഈ സീരീസ് കണ്ടിന്യൂ ചെയ്ത് പോവുകയാണ്. അത്യാവശ്യം റെസ്പോൺസ് ഉള്ളത് കൊണ്ട് തന്നെ എല്ലാവരും പ്ലേലിസ്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. എൻ്റെ യൂട്യൂബ് സ്റ്റോറി മുതൽ ഇങ്ങോട്ടുള്ള എല്ലാ കാര്യങ്ങളും ഒരു പ്ലേലിസ്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ സമയം പോലെ കാണുക. നമ്മുടെ ചാനലിൽ മെയിനായിട്ട് എഡ്യൂക്കേഷൻ, ടെക്നോളജി, ബുക്ക് റിവ്യൂസ്, അതോടൊപ്പം തന്നെ ജോബ് അലർട്ട്സ്, ഇത്രയും കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നത്. ചാനൽ കയറി നോക്കിയിട്ട് കൊള്ളാൻ തോന്നിക്കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ യൂസ്ഫുൾ ആയി തോന്നിയാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനെ കൂടി ഷെയർ ചെയ്യുക. പിന്നെ നമുക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ട്, ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്, വെബ്സൈറ്റ് ഉണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്, ജോബ് അലർട്ട്സ് ഒക്കെ പെട്ടെന്ന് തരാനായിട്ട്. സോ അതൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, കയറി നോക്കുക. നിങ്ങൾക്ക് കൊള്ളാൻ തോന്നി കഴിഞ്ഞാൽ ഒക്കെ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു യൂട്യൂബ് സീരീസ് വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി.